ഓം ശാന്തി. 19-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗം ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ യുഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കനിഷ്ഠരിൽ നിന്നും ഉത്തമ പുരുഷൻ ആകേണ്ടതുണ്ട്. ചോദ്യം: ബാബയോടൊപ്പം ഏത് കുട്ടികളുടെയും മഹിമയാണ് പാടപ്പെടുന്നത്? ഉത്തരം: ആരാണോ ടീച്ചറായി വളരെ പേരുടെ മംഗളം ചെയ്യുന്നതിന് നിമിത്തമാകുന്നത്, അവരുടെ മഹിമയും ബാബയോടൊപ്പം പാടപ്പെടുന്നു. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമായ ബാബ കുട്ടികളെ കൊണ്ട് അനേകം പേരുടെ മംഗളം ചെയ്യിക്കുന്നു. അപ്പോൾ കുട്ടികളുടെയും മഹിമ ഉണ്ടാകുന്നു. ബാബ ഇന്നയാൾ നമ്മളിൽ ദയ കാണിച്ചു, അതിലൂടെ നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറി എന്ന് പറയുന്നു. ടീച്ചർ ആകാതെ ആശീർവാദം ലഭിക്കുക സാധ്യമല്ല. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളോട് ചോദിക്കുന്നു, മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു, പിന്നെ ചോദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബയെ കുട്ടികൾ അറിഞ്ഞു. ചിലർ സർവവ്യാപി എന്നും പറയുന്നു. പക്ഷേ അതിനു മുമ്പേ ബാബയെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണല്ലോ. ബാബ ആരാണ്? തിരിച്ചറിഞ്ഞ ശേഷം പറയണം, ബാബയുടെ നിവാസ സ്ഥാനം എവിടെയാണ്? ബാബയെ അറിയുന്നതേയില്ല. അപ്പോൾ ആ ഒന്നിൻ്റെ നിവാസ സ്ഥാനത്തെക്കുറിച്ച് എങ്ങനെ അറിയുവാനാണ്? ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന് പറയുന്നു. അതിനർത്ഥം ഇല്ല എന്നാണ്. അപ്പോൾ ഏതൊരു വസ്തു ഇല്ലയോ, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തെക്കുറിച്ചും എങ്ങനെയാണ് ചിന്തിക്കുക? ഇത് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ ആദ്യം തൻ്റെ തിരിച്ചറിവ് നൽകി. പിന്നെ വസിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ രഥത്തിലൂടെ തിരിച്ചറിവ് നൽകുവാൻ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളേവരുടെയും പിതാവാണ്. ആ ഒന്നിനെ പരംപിത എന്ന് പറയുന്നു. ആത്മാവിനെയും ആരും അറിയുന്നില്ല. ബാബയ്ക്ക് നാമം, രൂപം, ദേശം, കാലം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ എവിടെ നിന്നും വരുവാനാണ്? പിതാവ് തന്നെ നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണെങ്കിൽ കുട്ടികൾ പിന്നെ എവിടെ നിന്നും വരുവാനാണ്? കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും പിതാവുമുണ്ട്. ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതല്ല എന്ന് തെളിയുന്നു. കുട്ടികൾക്കും നാമരൂപം ഉണ്ട്. എത്ര തന്നെ സൂക്ഷ്മമായാലും ശരി. ആകാശം സൂക്ഷ്മമാണ്. എന്നിരുന്നാലും ആകാശം എന്ന നാമം ഉണ്ടല്ലോ. ഇതുപോലെ ഈ പോളാർ സൂക്ഷ്മമാണ്. അതേപോലെ ബാബയും വളരെ സൂക്ഷ്മമാണ്. കുട്ടികൾ വർണ്ണിക്കുന്നു, വണ്ടർഫുൾ നക്ഷത്രമാണ്. ആ ഒന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. അതിനെ ആത്മാവ് എന്ന് പറയുന്നു. ബാബ വസിക്കുന്നത് തന്നെ പരംധാമത്തിലാണ്. അത് വസിക്കുന്ന സ്ഥാനമാണ്. ദൃഷ്ടി മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. മുകളിലേക്ക് വിരൽ കൊണ്ട് സൂചന നൽകി ഓർമ്മിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആരെയാണോ ഓർമ്മിക്കുന്നത് ആ ഒരു വസ്തു ഉണ്ടായിരിക്കും. പരംപിത പരമാത്മാ എന്ന് പറയുന്നുവല്ലോ. എന്നിട്ടും നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുക, ഇതിനെ അജ്ഞാനം എന്ന് പറയുന്നു. ബാബയെ അറിയുക, ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മുൻപ് അജ്ഞാനിയായിരുന്നു. ബാബയെയും അറിഞ്ഞിരുന്നില്ല, സ്വയം തന്നെയും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. ആത്മാവിനെ അവിനാശി എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ഒരു വസ്തു ഉണ്ടല്ലോ. അവിനാശി എന്നത് ഒരു പേരല്ല. അവിനാശി എന്നാൽ ഏതൊന്നാണോ നശിക്കാത്തത്. അപ്പോൾ തീർച്ചയായും ഒരു വസ്തു ഉണ്ട്.
കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായി കുട്ടികളെ, ആരെയാണോ കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നത് ആ ആത്മാക്കൾ അവിനാശിയാണ്. ഇത് ആത്മാക്കളുടെ പിതാവായ പരംപിത പരമാത്മാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ കളി ഒരേ ഒരു തവണ നടക്കുന്നു. ഇതിൽ ബാബ വന്ന് കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. ഞാനും പാർട്ട്ധാരിയാണ്. എങ്ങനെ പാർട്ട് അഭിനയിക്കുന്നു? ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. പഴയത്, അതായത് പതീത ആത്മാവിനെ പുതിയതും പാവനവുമാക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ ശരീരവും അവിടെ പുഷ്പമാകുന്നു. ഇത് ബുദ്ധിയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ബാബ ബാബ എന്ന് പറയുന്നു. ഈ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആത്മാവ് പറയുന്നു ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നമ്മളെ ശാന്തിധാമമായ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി. ശാന്തിധാമത്തിനു ശേഷം തന്നെയാണ് സുഖധാമം. ശാന്തിധാമത്തിനു ശേഷം ദുഃഖധാമം ഉണ്ടാവുക സാധ്യമല്ല. പുതിയ ലോകത്തിൽ സുഖം തന്നെയാണ് എന്ന് പറയുന്നു. ഈ ദേവീ ദേവന്മാർ അഥവാ ചൈതന്യമായിരുന്നുവെങ്കിൽ അവരോട് താങ്കൾ എവിടെ വസിക്കുന്നവരാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ പറയും, നമ്മൾ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. ഇപ്പോൾ ഈ ജഡമൂർത്തിക്ക് പറയുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ, നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദേവീ ദേവന്മാരായിരുന്നു. പിന്നെ 84ന്റെ ചക്രം കറങ്ങി ഇപ്പോൾ സംഗമത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ പുരുഷോത്തമ സംഗമയുഗമാണ്. കുട്ടികൾക്കറിയാം നമ്മൾ വളരെ ഉത്തമ പുരുഷനാകുന്നു. നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും സദോ പ്രധാനമാകുന്നു. സദോ പ്രധാനവും നമ്പർ വൈസ് എന്നാണ് പറയുക. ഈ മുഴുവൻ പാർട്ട് ആത്മാവിന് ലഭിച്ചിരിക്കുകയാണ്. മനുഷ്യന് പാർട്ട് ലഭിച്ചിരിക്കുകയാണ് എന്ന് പറയില്ല. അഹം ആത്മാവിന് പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാവ് 84 ജന്മമെടുക്കുന്നു. നമ്മൾ ആത്മാക്കൾ അവകാശിയാണ്. അവകാശി എപ്പോഴും മെയിലായിരിക്കും, ഫീമെയിലല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇത് ഉറച്ച രീതിയിൽ മനസ്സിലാക്കണം. നമ്മളെല്ലാ ആത്മാക്കളും മെയിലാണ്. എല്ലാവർക്കും പരിധിയില്ലാത്ത പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. പരിധിയുള്ള ലൗകിക പിതാവിൽ നിന്നും കേവലം പുത്രന്മാർക്കാണ് സമ്പത്ത് ലഭിക്കുന്നത്, പുത്രിക്കല്ല. ആത്മാവ് സദാ ഫീമെയിൽ ആകുന്നു എന്നുമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാക്കൾ ചിലപ്പോൾ മെയിലിൻ്റെ ചിലപ്പോൾ ഫീമെയിലിൻ്റെ ശരീരം സ്വീകരിക്കുന്നു. ഈ സമയം നിങ്ങളെല്ലാവരും മെയിൽസാണ്. എല്ലാ ആത്മാക്കൾക്കും ഒരു പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. എല്ലാവരും കുട്ടികൾ തന്നെ കുട്ടികളാണ്. സർവരുടെയും പിതാവ് ഒന്നാണ്. ബാബയും പറയുന്നു, ഹേ കുട്ടികളെ, നിങ്ങളെല്ലാ ആത്മാക്കളും മെയിൽസാണ്, എൻ്റെ ആത്മീയ കുട്ടികളാണ്. പിന്നെ പാർട്ട് അഭിനയിക്കുന്നതിനായി മെയിലും ഫീമെയിലും 2 പേരും ആവശ്യമാണ്. അപ്പോഴാണ് മനുഷ്യ സൃഷ്ടിയുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മളെല്ലാം ബ്രദേഴ്സാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ബാബ അങ്ങയിൽ നിന്നും നമ്മൾ അനേകം തവണ സമ്പത്ത് നേടി. ആത്മാവിന് ഇത് ഉറപ്പുള്ളതാകുന്നു. ആത്മാവ് പിതാവിനെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ഓ ബാബ, ദയ കാണിക്കൂ. ബാബ, ഇപ്പോൾ അങ്ങ് വരൂ. നമ്മളേവരും അങ്ങയുടെ കുട്ടികളാകും. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് നമ്മൾ ആത്മാക്കൾ അങ്ങയെ തന്നെ ഓർമ്മിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ബാബയിൽ നിന്നും നമ്മൾ സമ്പത്ത് എങ്ങനെയാണ് നേടുന്നത്? ഓരോ 5000 വർഷത്തിനു ശേഷവും നമ്മൾ എങ്ങനെയാണ് ഈ ദേവതയാകുന്നത്? ഇതും അറിയേണ്ടത് ആവശ്യമാണല്ലോ. സ്വർഗത്തിൻ്റെ സമ്പത്ത് ആരിൽ നിന്നാണ് ലഭിക്കുന്നത്?
ഇത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ സ്വർഗവാസിയല്ല, കുട്ടികളെ ആക്കുന്നു. സ്വയം നരകത്തിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ബാബയെ വിളിക്കുന്നതും നരകത്തിലാണ്. നിങ്ങൾ തമോ പ്രധാനം ആകുമ്പോൾ ഇത് തമോ പ്രധാന ലോകമാണല്ലോ. സതോ പ്രധാന ലോകം ഉണ്ടായിരുന്നു. 5000 വർഷം മുമ്പ് ഇവരുടെ രാജ്യമായിരുന്നു. ഈ കാര്യങ്ങളും ഈ പഠനവും ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഇതാണ് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പഠനം. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ കാലതാമസമെടുക്കില്ല. കുട്ടിയായി അവകാശിയായി മാറുകയും ചെയ്തു. ബാബ പറയുന്നു, നിങ്ങളെല്ലാ ആത്മാക്കളും എൻ്റെ സന്താനങ്ങളാണ്. നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. നിങ്ങൾ സഹോദരന്മാരാണ്. വസിക്കുന്ന സ്ഥാനം മൂലവതനം അഥവാ നിർവാണധാമമാണ്. അതിനെ നിരാകാരി ലോകം എന്നും പറയുന്നു. എല്ലാ ആത്മാക്കളും അവിടെ വസിക്കുന്നു. ഈ സൂര്യചന്ദ്രന്മാർക്കും അപ്പുറത്തുള്ള അത് നിങ്ങളുടെ സ്വീറ്റ് സൈലൻസ് വീടാണ്. എന്നാൽ അവിടെ തന്നെ ഇരിക്കേണ്ടതില്ല. ഇരുന്നിട്ട് എന്തു ചെയ്യുവാനാണ്? അത് ജഡ അവസ്ഥ പോലെയായി. ആത്മാവ് എപ്പോഴാണോ പാർട്ട് അഭിനയിക്കുന്നത് അപ്പോൾ തന്നെയാണ് ചൈതന്യം എന്ന് പറയപ്പെടുന്നത്. ചൈതന്യമാണ്, പക്ഷേ പാർട്ട് അഭിനയിക്കാതിരുന്നാൽ ജഡമായില്ലേ? നിങ്ങൾ ഇവിടെ എഴുന്നേൽക്കൂ, കൈകാലുകൾ ചലിപ്പിക്കാതിരിക്കൂ, അപ്പോൾ ജഡമായില്ലേ? അവിടെയാണെങ്കിൽ നാച്ചുറൽ ശാന്തി നിലനിൽക്കുന്നു. ആത്മാക്കൾ ജഡം പോലെയാണ്. പാർട്ട് യാതൊന്നും അഭിനയിക്കുന്നില്ല. പാർട്ടിലാണല്ലോ ശോഭയുള്ളത്. ശാന്തിധാമത്തിൽ എന്ത് ശോഭയാണ് ഉണ്ടായിരിക്കുക? ആത്മാക്കൾ സുഖദുഃഖങ്ങളുടെ അനുഭവത്തിനും ഉപരിയായി ഇരിക്കുന്നു. പാർട്ട് ഒന്നും തന്നെ അഭിനയിക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്ത് നേട്ടം? ആദ്യം സുഖത്തിൻ്റെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും ആദ്യമേ തന്നെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നു, നമുക്ക് മോക്ഷം വേണം. കുമിളകൾ ജലത്തിൽ ചേർന്നു കഴിഞ്ഞു. ആത്മാവ് ഇല്ലാത്തതുപോലെയാണ്. യാതൊരു പാർട്ടും അഭിനയിക്കാതിരുന്നാൽ ജഡം പോലെ എന്ന് പറയും. ചൈതന്യം ആയിരുന്നിട്ടും ജഡം പോലെ ഇരിക്കുകയാണെങ്കിൽ എന്ത് നേട്ടം? പാർട്ട് എല്ലാവർക്കും അഭിനയിക്കുക തന്നെ വേണം. മുഖ്യമായത് ഹീറോയിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഹീറോയിൻ്റെ ടൈറ്റിൽ ലഭിക്കുന്നു. ആത്മാവ് ഇവിടെ പാർട്ട് അഭിനയിക്കുന്നു. ആദ്യം സുഖത്തിൻ്റെ രാജ്യം ഭരിക്കുന്നു, പിന്നെ രാവണൻ്റെ ദുഃഖത്തിൻ്റെ രാജ്യത്തിൽ പോകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾ എല്ലാവർക്കും ഈ സന്ദേശം നൽകൂ. ടീച്ചറായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ആര് ടീച്ചറാകുന്നില്ലയോ അവരുടെ പദവി കുറഞ്ഞതായിരിക്കും. ടീച്ചറാകാതെ ആർക്കെങ്കിലും ആശീർവാദം എങ്ങനെ ലഭിക്കും? ആർക്കെങ്കിലും പൈസ നൽകുകയാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുമല്ലോ. കേസ് നമ്മുടെ മേൽ വളരെയധികം ദയ കാണിക്കുന്നു. അതിലൂടെ നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു എന്ന് ഉള്ളിൽ വിചാരിക്കുന്നു. പൊതുവെ മഹിമ ഒരു ബാബയുടേത് തന്നെയാണ് ചെയ്യുന്നത്. ആഹാ ബാബ, അങ്ങ് ഈ കുട്ടികളിലൂടെ നമ്മുടെ എത്ര മംഗളം ചെയ്യുന്നു. ആരിലൂടെയെങ്കിലും ആണല്ലോ നടക്കുന്നത്. ബാബ കരൺ കരാവൻഹാർ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമാണ്. നിങ്ങളിലൂടെ ചെയ്യിക്കുന്നു. നിങ്ങളുടെ മംഗളമുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ തൈ വെച്ചു പിടിപ്പിക്കുന്നു. ആര് എങ്ങനെയെല്ലാം സർവീസ് ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. രാജാവാകണമെങ്കിൽ പ്രജയെയും തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ ആരാണോ നല്ല നമ്പറിൽ വരുന്നത് അവരും രാജാവാകുന്നു. മാല തയ്യാറാകുന്നുവല്ലോ. സ്വയം തന്നോട് ചോദിക്കണം, നമ്മൾ മാലയിൽ ഏതൊരു നമ്പർ ആകും? 9 രത്നങ്ങൾ മുഖ്യമാണല്ലോ. മധ്യത്തിലാണ് വജ്രമാക്കി മാറ്റുന്നവൻ. വജ്രത്തെ മധ്യത്തിൽ വയ്ക്കുന്നു. മാലയിൽ മുകളിൽ പുഷ്പവും ഉണ്ടല്ലോ.
അന്തിമത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ആരാണ് ഡിനൈസ്റ്റിയിൽ വരുന്ന മുഖ്യമായ മുത്താകുന്നത്. അവസാനം നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും തീർച്ചയായും ഉണ്ടാകും. എങ്ങനെയാണ് ഇവരെല്ലാം ശിക്ഷകൾ അനുഭവിക്കുന്നത് എന്ന് കാണും. തുടക്കത്തിൽ ദിവ്യദൃഷ്ടിയിൽ നിങ്ങൾ സൂക്ഷ്മവദനത്തിൽ കാണുമായിരുന്നു. ഇതും ഗുപ്തമാണ്. ആത്മാവ് ശിക്ഷകൾ എവിടെയാണ് അനുഭവിക്കുന്നത്? ഇതും ഡ്രാമയിലുള്ള പാർട്ടാണ്. ഗർഭജയിലിൽ ശിക്ഷകൾ ലഭിക്കുന്നു. ജയിലിൽ ധർമ്മരാജനെ കാണുന്നു. പിന്നെ പറയുന്നു, പുറത്തിറക്കൂ. രോഗങ്ങളും മറ്റും ഉണ്ടാകുന്നു. അതും കർമ്മത്തിൻ്റെ കണക്കാണല്ലോ. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ തീർച്ചയായും റൈറ്റ് ആയത് തന്നെ കേൾപ്പിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ റൈറ്റിയേഴ്സ് ആകുന്നു. റൈറ്റിയേഴ്സ് എന്ന് പറയുന്നത് ബാബയിൽ നിന്നും വളരെയധികം ശക്തി നേടുന്നവരെയാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ. എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കുന്നു! കോലാഹലങ്ങളുടെയോ മറ്റോ കാര്യമൊന്നുമില്ല. ശക്തി കുറവായിരിക്കുമ്പോൾ എത്ര കോലാഹലങ്ങൾ ഉണ്ടാകുന്നു! കുട്ടികളായ നിങ്ങൾക്ക് പകുതി കൽപ്പത്തേക്ക് വേണ്ടി ശക്തി ലഭിക്കുന്നു. എന്നിരുന്നാലും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. ഒരേപോലെ ശക്തി നേടുവാൻ സാധിക്കില്ല. ഒരേപോലെ പദവി നേടുവാനും സാധിക്കില്ല. ഇതും ആദ്യമേ തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമയിൽ അനാദിയായി അടങ്ങിയിട്ടുള്ളതാണ്. ചിലർ അവസാനം വരുന്നു, 1-2 ജന്മമെടുത്തു, ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഏതുപോലെ ദീപാവലിക്ക് കൊതുകുകൾ രാത്രി ജനിക്കുന്നു, രാവിലെ മരിച്ചു പോകുന്നു. അവയാണെങ്കിൽ എണ്ണമറ്റവ ഉണ്ടായിരിക്കും. മനുഷ്യരുടേതാണെങ്കിൽ ഏതായാലും എണ്ണമുള്ളവയാണ്. ആദ്യം ഏതെല്ലാം ആത്മാക്കൾ വരുന്നുവോ അവരുടെ ആയുസ് എത്ര വലുതായിരിക്കും! കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ വളരെ ദീർഘായുസ്സുള്ളവരാകും. നിങ്ങൾ ഫുൾ പാർട്ട് അഭിനയിക്കുന്നു. ബാബ നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഫുൾ പാർട്ട് അഭിനയിക്കുന്നത്. പഠനമനുസരിച്ച് മുകളിൽ നിന്നും വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. നിങ്ങളുടെ ഈ പഠനം തന്നെ പുതിയ ലോകത്തിന് വേണ്ടിയാണ്. ബാബ പറയുന്നു, അനേകം തവണ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പഠനം അവിനാശിയാകുന്നു. പകുതി കൽപ്പം നിങ്ങൾ പ്രാപ്തി നേടുന്നു. ആ വിനാശി പഠനത്തിലൂടെ സുഖവും അല്പകാലത്തേക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ബാരിസ്റ്ററാകുന്നു, വീണ്ടും കൽപ്പത്തിനു ശേഷം ബാരിസ്റ്ററാകും. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാവരുടെയും പാർട്ട് ഏതൊന്നാണോ അതേ പാർട്ട് കൽപ്പങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കും. ദേവതയായാലും ശൂദ്രനായാലും ഓരോരുത്തരുടെയും അതേ പാർട്ട് തന്നെയാണ് അഭിനയിക്കപ്പെടുന്നത്. അത് കൽപ്പം തോറും അഭിനയിക്കപ്പെടുന്നു. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുക സാധ്യമല്ല. ഓരോരുത്തരും സ്വന്തം പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. പുരുഷാർത്ഥം വലുതാണോ അതോ പ്രാപ്തി വലുതാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥമില്ലാതെ പ്രാപ്തി ലഭിക്കുന്നതേയില്ല. പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തി ലഭിക്കുന്നത് ഡ്രാമയനുസരിച്ച്. അപ്പോൾ മുഴുവൻ ഭാരവും ഡ്രാമയുടെ മേൽ വരുന്നു. പുരുഷാർത്ഥം ചിലർ ചെയ്യുന്നു, ചിലർ ചെയ്യുന്നില്ല. വരുന്നുമുണ്ട്, എന്നിട്ടും പുരുഷാർത്ഥം ചെയ്യുന്നില്ലെങ്കിൽ പ്രാപ്തി ലഭിക്കുന്നില്ല. മുഴുവൻ ലോകത്തിലും ഏതെല്ലാം ആക്ട് നടക്കുന്നുവോ മുഴുവൻ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ആത്മാവിൽ മുൻകൂട്ടി തന്നെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ. ഏതുപോലെ നിങ്ങളുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. വജ്രവുമാകുന്നു, കവടി തുല്യവുമാകുന്നു. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു. സ്കൂളിൽ അഥവാ ആരെങ്കിലും തോറ്റുപോവുകയാണെങ്കിൽ ഇവർ ബുദ്ധിഹീനരാണ് എന്ന് പറയും. ധാരണ ഉണ്ടാകുന്നില്ല. ഇതിനെ പറയുന്നത് വെറൈറ്റി വൃക്ഷം, വെറൈറ്റി ഫീച്ചേഴ്സ് എന്നാണ്.
ഈ വെറൈറ്റി വൃക്ഷത്തിൻ്റെ നോളജ് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. കൽപ്പവൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തരുന്നു. വടവൃക്ഷത്തിൻ്റെ ഉദാഹരണവും ഇതിന്മേലാണ്. അതിൻ്റെ ശാഖകൾ വളരെയധികം വ്യാപിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവ് അവിനാശിയാണ്. ശരീരമാണെങ്കിൽ വിനാശിയാകും. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. ആത്മാവ് 84 ജന്മങ്ങൾ എടുക്കുന്നു. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് അത് തന്നെയാണ്. ആത്മാവ് തന്നെയാണ് ഭിന്ന ഭിന്ന ശരീരം സ്വീകരിച്ച് പാർട്ട് അഭിനയിക്കുന്നത്. ഇത് പുതിയ കാര്യമാണല്ലോ. കുട്ടികളായ നിങ്ങൾക്കും ഇപ്പോൾ ഈ അറിവ് ലഭിച്ചു. കൽപ്പത്തിനു മുൻപും ഇങ്ങനെ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. ബാബ വരുന്നതും ഭാരതത്തിലാണ്. നിങ്ങൾ ഏവർക്കും സന്ദേശം നൽകിക്കൊണ്ടേയിരിക്കുന്നു. സന്ദേശം ലഭിക്കാത്ത ആരും അവശേഷിക്കുകയില്ല. സന്ദേശം കേൾക്കുക എന്നത് എല്ലാവരുടെയും അവകാശമാണ്. പിന്നെ ബാബയിൽ നിന്നും സമ്പത്തും എടുക്കും. ഒരൽപ്പം കേൾക്കുമല്ലോ. ഏതായാലും ബാബയുടെ കുട്ടികളാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ പിതാവാണ്. എന്നിലൂടെ ഈ രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ഈ പദവി നേടുന്നു. ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകുന്നു. ബാബയാണെങ്കിൽ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. അഹോ ബാബ, നിന്റെ ലീല എന്ന് പാടുന്നു. എന്ത് ലീല? എങ്ങനെയുള്ള ലീല? ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ലീല അറിയേണ്ടതാണല്ലോ. മനുഷ്യൻ തന്നെയായിരിക്കുമല്ലോ അറിയുക. ബാബ കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ നോളജ് ഫുള്ളാണ്. നിങ്ങളെയും നോളജ് ഫുൾ ആക്കുന്നു. നമ്പർ അനുസരിച്ച് നിങ്ങൾ ആകുന്നു. സ്കോളർഷിപ്പ് നേടുന്നവർ നോളജ് ഫുൾ എന്ന് വിളിക്കപ്പെടും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സദാ ഈ സ്മൃതിയിൽ ഇരിക്കണം, നമ്മൾ ആത്മാക്കൾ മേയിലാണ്. നമുക്ക് ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടണം. മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ പഠനം പഠിപ്പിക്കുകയും വേണം. മുഴുവൻ ലോകത്തിലും ഏതെല്ലാം ആക്ട് നടക്കുന്നുവോ ഇവയെല്ലാം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ പുരുഷാർത്ഥവും പ്രാപ്തിയും രണ്ടും അടങ്ങിയിട്ടുണ്ട്. പുരുഷാർത്ഥമില്ലാതെ പ്രാപ്തി ലഭിക്കുക സാധ്യമല്ല. ഈ കാര്യം നല്ലവണ്ണം മനസ്സിലാക്കണം. വരദാനം. ഏതൊരു സേവനവും സത്യമായ മനസ്സോടെയും താൽപ്പര്യത്തോടെയും ചെയ്യുന്ന സത്യമായ ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. സേവനം ഏതുതന്നെ ആയാലും അത് സത്യമായ മനസ്സോടെ താൽപ്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന് 100 മാർക്ക് ലഭിക്കുന്നു. സേവനത്തിൽ പ്രകോപനം ഉണ്ടാകരുത്. സേവനം ചെയ്യുന്നത് ജോലി തീർക്കുവാൻ വേണ്ടി ആകരുത്. താങ്കളുടെ സേവനം തന്നെ മോശമായവരെ നേരെയാക്കുക, സർവർക്കും സുഖം നൽകുക, ആത്മാക്കളെ യോഗ്യവും യോഗിയുമാക്കുക, അപകാരികളുടെ മേൽ ഉപകാരം ചെയ്യുക, വേണ്ട സമയത്ത് ഓരോരുത്തർക്കും കൂട്ടും സഹയോഗവും നൽകുക എന്നതാണ്. ഇങ്ങനെയുള്ള സേവനം ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ ആത്മീയ സേവാധാരി. സ്ലോഗൻ. പവിത്രത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നവീനത. ഇതുതന്നെയാണ് ജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഷൻ. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്.
തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എൻ്റെ നിജ സ്വഭാവം ശാന്തിയാണ്. എൻ്റെ നിജധാമം ശാന്തിയുടെ ധാമമാണ്. ഞാൻ ആത്മാവ് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആ ശാന്തിധാമത്തിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പരമപിതാവായ ശിവപരമാത്മാവിൻ്റെ ദിവ്യ നിവാസസ്ഥാനമായ ശാന്തിധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ശാന്തി സാഗരമായ ശിവപരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ ശാന്തി സാഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ പ്രാപ്തമാക്കി ശാന്തിയുടെ നിറവിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ സാഗരമായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശാന്തിയുടെ ശക്തിയുടെ എത്ര സുന്ദരമായ അനുഭവം ഉണ്ടാവുകയാണ്. എനിക്ക് നാല് ചുറ്റിലും ശാന്തി തന്നെ ശാന്തിയാണ്. പ്രകാശം തന്നെ പ്രകാശമാണ്. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആത്മ അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ
ശാന്തിയുടെ ദിവ്യ അനുഭവം നേടിക്കൊണ്ട് ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് എൻ്റെ ഓരോ കർമ്മവും ശാന്തിയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഓരോ കർമ്മവും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ കാര്യവും സഫലമാകുന്നു, സാർത്ഥകമാകുന്നു, ശ്രേഷ്ഠമാകുന്നു.